ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കിയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. വാഗമൺ മൊട്ടക്കുന്ന് അഡ്വഞ്ചർ പാർക്ക്, ഏലപ്പാറ അമ്യൂണിറ്റി സെന്റർ, പാഞ്ചാലിമേട് വ്യൂ പോയിന്റ്, പീരുമേട് അമ്യൂണിറ്റി സെന്റർ, രാമക്കൽമേട് ടൂറിസം സെന്റർ, അരുവിക്കുഴി ടൂറിസം സെന്റർ, ശ്രീനാരായണപുരം റിപ്പിൾസ് വാർഫാൾസ്, മൂന്നാർ ചിൽഡ്രൻസ് പാർക്ക്, പാറേമാവ് അമ്യൂണിറ്റി സെന്റർ, കുമളി DD ഓഫീസ് കോമ്പൗണ്ട് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക. ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനാലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നുമുള്ള സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെയും ഭാഗമായാണ് നടപടി. ഇലക്ട്രിക് വാഹനങ്ങളുമായി ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ പ്രധാന ടൗണുകളിൽ മാത്രമാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ ഉള്ളത്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് തൊഴിൽ അവസരങ്ങളുടെ വാതിൽ തുറന്ന സംസ്ഥാന സർക്കാർ. ഇടുക്കി ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ 392 പേർക്ക് ജോലി ലഭിച്ചു. സ്വകാര്യ തൊഴിൽദാതാക്കളെ കോർത്തിണക്കി മാർക്കറ്റിംഗ്, സെയിൽസ്, IT, ആരോഗ്യം, വ്യവസായം, അധ്യാപനം, ബാങ്കിംഗ് തുടങ്ങി നിരവധി മേഖലകളിലാണ് അവസരങ്ങൾ ഒരുക്കുന്നത്. ഇതിനായി 2023-24 സാമ്പത്തിക വർഷത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, കുടുംബശ്രീ എന്നിവയിലൂടെ ജില്ലയിൽ 7 തൊഴിൽ മേളകൾ നടത്തി. പുളിയന്മല ക്രൈസ്റ്റ് കോളേജ്, കട്ടപ്പന ഗവൺമെന്റ് കോളേജ്, കുട്ടിക്കാനം MBC കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിലുള്ള മേളകൾ. 2832 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തതിൽ 238 പേർക്ക് ജോലി ലഭിച്ചു. 53 തൊഴിൽദാതാക്കൾ ഉദ്യോഗാർത്ഥികളെ തേടിയെത്തി. കുടുംബശ്രീയുടെ കീഴിലുള്ള DDUGKY, KDISCിന് കീഴിൽ കുടുംബശ്രീയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന കേരള നോളജ് ഇക്കോണമി മിഷൻ എന്നിവയിലൂടെ 4 മേളകളും നടത്തി. 1416 ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തതിൽ 154 പേർക്കാണ് ജോലി കിട്ടിയത്. 88 കമ്പനികൾ മേളയുടെ ഭാഗമായി. ആസ്പിരേഷണൽ ബ്ലോക്ക് പദ്ധതിയുടെ ഭാഗമായി ദേവികുളം, അഴുത ബ്ലോക്കുകളിൽ നടപ്പാക്കുന്ന സമ്പൂർണത അഭിയാന്റെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടത്തിയ ചടങ്ങ് നീതി ആയോഗ് യങ് പ്രൊഫഷണൽ ദാമിനി യാദവ് ഉദ്ഘാടനം ചെയ്തു. 6 ഘടകങ്ങൾ മാനദണ്ഡമാക്കി 3 മാസത്തിനുള്ളിൽ ലക്ഷ്യം നേടുന്നതിനാണ് സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് രൂപം നൽകിയത്. ഭാവി തലമുറയെ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി സബ് കളക്ടർ അരുൺ S. നായർ അധ്യക്ഷത വഹിച്ചു. സമ്പൂർണത അഭിയാൻ പ്രതിജ്ഞയും സബ് കളക്ടർ ചൊല്ലിക്കൊടുത്തു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ സൗജന്യമായി പരിശോധിപ്പിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരം. ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ച മൊബൈൽ ഭക്ഷ്യപരിശോധനാ ലബോറട്ടറി വാഹനത്തിന്റെ ജൂലൈ മാസത്തെ പര്യടനം തുടങ്ങി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജൂലൈ 1 മുതൽ 6 വരെ തൊടുപുഴയിൽ നടത്തുന്ന പര്യടനം അവസാന ഘട്ടത്തിലേക്കെത്തി. തുടർന്ന് 8 മുതൽ 12 വരെ ദേവികുളം, 15 മുതൽ 20 വരെ ഇടുക്കി, 22 മുതൽ 27 വരെ പീരുമേട്, 29 മുതൽ 31 വരെ ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ വാഹനം ഭക്ഷ്യപരിശോധനയ്ക്ക് എത്തും. ഇവിടെ പൊതുജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ തികച്ചും സൗജന്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0486 22 0066. ഇടുക്കി ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒഴിവ് വന്നിട്ടുള്ള വാർഡുകളിൽ ജൂലൈ 30 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 9ാം നമ്പർ പൊട്ടേനാട് വാർഡിലും, ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെ 8ാം നമ്പർ പാറത്തോട്, അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ 6ാം നമ്പർ ജലന്ധർ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ 6ാം നമ്പർ തോപ്രാംകുടി എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. ജൂലൈ 1 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അന്തിമമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടികയാണ് ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുക. ജൂലൈ 11 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന ജൂലൈ 12-ഉം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂലൈ 15-ഉമാണ്. ജൂലൈ 30 രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ജൂലൈ 31 രാവിലെ 10 മണിക്ക് നടക്കും. അന്ന് തന്നെ ഫലം പ്രഖ്യാപിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.